അപ്പോൾ നോക്കുകയാണ്. അപ്പോൾ മീൻ കത്തിച്ചാലാവുന്നൊരു സംശയമുണ്ട്. സാധനം അതൊന്ന് പുഴയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പുഴയിൽ ചെറിയ മീനിനെ പിടിച്ച് പൊരിക്കാല വരെ പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടത് ഇങ്ങനത്തെ ഒരു തുണി, ഇങ്ങനെ ഹോളിലൊരു തുണി, നടുക്ക് ഹോളിലൊരു തുണി, ചെറിയ ഹോളാട്ടോ. പിന്നെ കുറച്ച് ചോറ് ഈ പാത്രത്തിൽ കുറച്ച് ചോറ് എടുക്കുക. എന്നിട്ട് ഈ ഹോളിലെ തുണി കറക്റ്റ് ഹോള് സെൻറ്ററിലാക്കിയിട്ട് അങ്ങനെ ഒരു കഷ്ണം, ഇതൊരു സോക്സിൻ്റെ ഒരു ഇതാണ്, ലേസാണ്. ഇങ്ങനെ ഒരു എന്തെങ്കിലും കയറ് മതി, ഇങ്ങനത്തെ കെട്ടുക. അങ്ങനെ ടൈറ്റാക്കി കെട്ടണം. നല്ല ടൈറ്റാക്കി കെട്ടിയിട്ട് നല്ല ടൈറ്റ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ആയിരിക്കും. അപ്പോൾ നടുക്ക് ഹോള് ചുറ്റോളം ഒരു നല്ല ടൈറ്റാക്കി ഒന്ന് കെട്ടുക. കുറച്ച് ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ വെക്കാൻ പറ്റുള്ളൂ, ഒഴുക്കുണ്ടെങ്കിൽ ഇത് ഒലിച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ നിറച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഓക്കെ, മീനുകളിങ്ങനെ ചുറ്റോടങ്ങനെ നടക്കുന്നുണ്ടെന്നല്ലാതെ അതിക്ക് കയറുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അരി വറ്റുണ്ട് എന്നുള്ളത് കാണണം നിങ്ങൾ, എന്നാലും അതിൻ്റെ ഉള്ളിലേക്ക് കയറുള്ളൂ. ഇഷ്ടം പോലെ മീനാണ്, ഒരുപാടുണ്ട്. ഇത് നമ്മൾ വലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനൊറ്റൊന്നും കാണില്ല കേട്ടോ, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ കുറച്ച് മീൻ കയറിയിട്ടെന്ന് സംശയമുണ്ട്. അപ്പോൾ നോക്കുകയാണ്. ഓക്കെ, ഇനി തുറന്ന് നോക്കാനുള്ള പരിപാടിയാണ്. ഏത് മീനൊക്കെ കയറിയെന്നറിയില്ല. പുള്ളിച്ച കേട്ടോ, ചെറിയ മീൻ പറഞ്ഞപ്പോൾ ഒക്കെ ചെറിയ മീനാണ് കയറിയിട്ടുള്ളത്. മാർക്കറ്റിൽ ചെറുതാണെങ്കിലും പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഉണ്ടോ, ഒരു പ്രത്യേകത ടേസ്റ്റാണ് പുള്ളിച്ചി എന്നാണ് നമ്മളിവിടെ അറിയപ്പെടുക. എന്താണെന്ന് അറിയില്ല. ഓക്കെ, ഞാൻ അതിനെ പിടിച്ചുകൊണ്ട് നമുക്ക് ബക്കറ്റിൽ ഇടാം. ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ കണ്ടോ, മലയിൽ വെള്ളം വന്നുകൊണ്ട് വെള്ളം കലങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിപ്പുമ്പോൾ നിർത്തുകയാണ്. ഇത് വേണമെങ്കിൽ ഇട്ടാൽ കുറേ മീൻ വലുതിനൊക്കെ കിട്ടും. പക്ഷേ കണ്ടോ, വെള്ളം കലങ്ങി വരികയാണ്, കൂടിക്കൂടി വരികയാണ്. നമ്മൾ നിന്നപ്പോൾ കുറേ താഴത്തേന് വെള്ളം ഒരുപാട് കൂടുന്നുണ്ട്. ആ കുണ്ടിലോട്ടൊക്കെ വരാം, നല്ല കലക്കാം. വെള്ളം അങ്ങനെ സ്ട്രോങ് ആയിട്ട് വരുന്നൊന്നുമില്ല. ഞങ്ങൾ ഇവിടെയാണ് അത് പൊരിക്കാല പരിപാടി ഉണ്ടായിന്. പക്ഷേ ഇനിയിപ്പോൾ ഇതിപ്പോൾ ദ്വീപ് പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ഉണ്ട്, റൗണ്ടിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോഴേ വെള്ളം നന്നായിട്ട് മാറി. അവിടെ ആ പാറിനെ കണ്ട, ആ പാറിൻ്റെ മുകളിലേക്കൊക്കെ വെള്ളം ഉണ്ടാകുന്നുണ്ട്. ഈ ദ്വീപൊക്കെ മൂടിയാണ്ട് നിൽക്കലുണ്ട് ശരിക്കും. അവിടെ വെള്ളം കുറയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പോയണ്ടേ വെക്കാം. ഇതിനെ നന്നാക്കാനുള്ള പരിപാടിയാണ്. ചെറിയ മീനാണ്, പക്ഷേ ഒന്നുമില്ല. അതിൻ്റെ ബാക്കത്തെ പാല് കളയണമെന്നില്ല. വയറിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനം ഉണ്ടാവും.
അത് മാത്രമേ നമ്മൾ കളയണുള്ളൂ. അതിൻ്റെ വേസ്റ്റ് കാര്യമായിട്ട് വരുന്ന അവിടെയാണ്. ചിറകൊക്കെ പിന്നെ പൊരിക്കല്ലേ, പൊരിമീനായതൊന്നും കുഴപ്പമില്ല. ഇത്രേ ഉള്ളൂ. കഴുകാനൊന്നും വേണ്ട, ആവശ്യമൊന്നുമില്ല. എന്നാലും പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ചെന്നെ പൊരിക്കാന്നുള്ള പരിപാടിയാണ് ഉള്ളത്. വെള്ളമല്ലാതെ ഒന്നും കൂടുന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേ മസാലയൊക്കെ തേച്ചിട്ട് വീട്ടിൽ നിന്ന് റെഡിയാക്കിയിട്ട് ചട്ടിക്ക് കൊണ്ട് പോരാം. ഓക്കെ, അപ്പോൾ ഇതിൽ മസാല കൂട്ടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ചെറിയ മീനായതുകൊണ്ട് കുറച്ച് മസാല മതി. കുറച്ച് മുളകും പൊടി ഇടുക. ഓവറായി കഴിഞ്ഞാൽ പിന്നെ തിന്നാൻ കഴിയില്ല. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഓവറായത്. കുറച്ച് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ ഒറ്റിച്ചെടുക്കും. നല്ല തിരുമ്പി കൊടുക്കും. മസാലക്കൂട്ട് റെഡി കഴിഞ്ഞൊരു 10-15 മിനിറ്റ് വെച്ചാൽ ഓക്കെയാണ്. അപ്പം ഞാൻ അടുപ്പ് സെറ്റാക്കിയിട്ട് നമുക്ക് ബാക്കി പരിപാടിയാക്കാം. ചെറിയ ചട്ടി ആയതുകൊണ്ട് അത് കറക്റ്റാണ്. ഇങ്ങനെ കത്തിച്ചെടുക്കണം. ഓക്കെ, ചട്ടി ഇങ്ങനെ ചൂടായി കൊണ്ട് നിൽക്കണം. അപ്പം അതിൻ്റെ അടുത്ത് മഴ ഇങ്ങനെ തുള്ളിയുന്നുണ്ട്. എന്താകുന്നൊരു ഐഡിയ ഇല്ല. നോക്കാം, നോക്കാം. ചിലപ്പോൾ ഞങ്ങൾ മഴയത്ത് തിന്നേണ്ടി വരും. ചട്ടി ഏകദേശം ചൂടായി. കുറച്ച് എണ്ണ വെച്ച് കൊടുക്കും. ചൈനീസ് ഫുഡ് ആർക്കും ഉള്ളിലൊക്കെ കത്തൽ തുടങ്ങി. എന്താ ചെയ്യാന്നൊരു ഐഡിയ. വെള്ളം ചാടിയിട്ട്
മീൻ കത്തിച്ചാലാവുന്നൊരു സംശയമുണ്ട്. ചിലപ്പോൾ ഇത് മീൻ കത്തിച്ചാലാവും, അല്ലെങ്കിൽ പൊരിക്കലാവും. മീനൊക്കെ നെളിയൽ തുടങ്ങി. നല്ല ഓർമ്മ തീ ഓവറാൻ പാടില്ല. ഓവറായി കഴിഞ്ഞാൽ ഇത് കരി. ചെറിയ മീനായതുകൊണ്ട് അപ്പോൾ തന്നെ കണ്ടില്ല മുള്ളൊക്കെ വേറെ തുടങ്ങി. ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞിട്ടാൽ മതി ചെറിയ ചൂടിൽ. നമ്മളെ നത്തലൊക്കെ പോലെ ഒരു മീനാണ്. സാധനം അപ്പം നമുക്കിത് ഈ പാത്രത്തൊക്കെ ആക്കിയിട്ടേ എന്താ മട്ടന്നില്ല അറിയാം. ഇങ്ങനെയൊക്കെ തന്നെ വാരിയാൽ മതി. ചെറിയ മീനല്ലേ. ഞങ്ങൾ രണ്ടാളുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര മീൻ ഞങ്ങൾ പിടിച്ചത്. കുറേ ആൾക്കാരുണ്ടെങ്കിലേ ഇതിമൊന്നും നിൽക്കില്ല. കണ്ടോ? ക്യാമറാമാൻ ഇത് ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഒരു അഭിപ്രായം എന്താ വെച്ചാൽ പറയും, തള്ളല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. പുഴമീൻ പിന്നെ എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റാണ്. നമ്മൾ മസാല പറഞ്ഞാൽ ആകെ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയെല്ലാം ഇട്ടിട്ടുള്ളൂ. ചെറിയ മീനും അല്ലേ. അപ്പോൾ സാധനം ഇതാണ്, ചെറിയ മീനാണ് സാധനം. അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സംഗതി പൊളിയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സാധനം നല്ല മൊരിഞ്ഞോണ്ടേ നിങ്ങൾ കഷ്ടിച്ച് കഴിച്ചില്ലേതാണ് കേട്ടോ. മഴ അങ്ങനെ സ്ട്രോങ് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം എപ്പോഴാണ് വെള്ളം വരുമെന്നറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ചില്ലേ. ചെറിയ മീനായതുകൊണ്ട് പെട്ടെന്ന് വെന്തും ചെയ്തു.